ശരിക്കും ഞങ്ങളുടെ പാടാം നേടാം എന്ന ഈ ഷോ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ 24 സിംഗേഴ്സിനും ഏറ്റവും വലിയൊരു ആഡ് ഓൺ, ഒരു ഭാഗ്യം കിട്ടിയത് എന്തെന്ന് പറഞ്ഞാൽ കോറസ് തന്നെയായിരുന്നു. ഒരുപാട് എപ്പിസോഡ്സിൽ ശ്രീയേട്ടൻ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോറസ് സിംഗേഴ്സ് എന്ന് പറയുന്നത് അവർ വളരെ പ്രൊഫഷണൽ സിംഗേഴ്സ് കൂടിയാണ്. സോ ജോൺസൺ മാസ്റ്റർ ഒരു മെഡ്ലിയുമായിട്ടാണ് ഞങ്ങളുടെ സിംഗേഴ്സ് ഈ ഒരു വേദിയിൽ എത്താൻ പോകുന്നത്. സോ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പാടാം നേടാമിൻ്റെ ഈ മെഗാ ഇവന്റിലേക്ക് അലക്സ്, ഗ്രീഷ്മ, ഷാനു ആൻഡ് ഷെറിൻ. താമസിക്കാൻ തീർത്തു ഞാൻ രാസക്കേളി മന്ദിരം. ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ. താമസിക്കാൻ തീർത്തു ഞാൻ രാസക്കേളി മന്ദിരം. ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ. എവിടെ വല്ലകി, എവിടെ നോപുരം, ഒന്നു
ചേരാൻ മാറോടു ചേർക്കാൻ ഇന്തൊരുന്മാദം. പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി നിൻ പ്രേമസായോജ്യം. ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ, ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ, ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായോ, നാടാകെ പാടാൻ വായോ, നാടാകെ പാടാൻ വായോ, നാടാകെ പാടാൻ വായോ. സോ ഞങ്ങളുടെ പാടാം നേടാമിന്റെ കോറസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവര് 4 പേരുമായിരുന്നു അല്ലേ ശ്രീയേട്ടാ? അവര് തുടക്കം മുതല് ഇന്ന് വരെ ഒരുപാട് പ്രയത്നിച്ച എത്രയോ പേർക്ക് വേണ്ടി ഗ്രൂപ്പ് കോറസ് എന്ന് ഞാൻ പറയുന്നില്ല, ഗ്രൂപ്പ് പാടിയ ഇപ്പോൾ അസലായിട്ട് പാടിയിട്ടാ എല്ലാവരും 4 പേരും വെച്ച് സ്പ്രെഞ്ചി സൂപ്പർ, അറിയാതിരിക്കാൻ പറ്റില്ല. അല്ല കാര്യം ഇത്രയൊക്കെ പറയുമ്പോഴും ഒരു ജോൺസൺ മാഷിന്റെ ഒരു മെഡ്ലി ആയിരുന്നു ഇവർ കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ടായിരുന്നത്. ശ്രീയേട്ട പെട്ടെന്ന് എത്രയോ സോങ്ങുകൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, എന്നാൽ പോലും പെട്ടെന്ന് പറഞ്ഞാൽ ശ്രീയേട്ടന്റെ മനസ്സിൽ പാടിയത് ഞാൻ പാടിയ പാട്ടാണ്, അതാണ് കതിരോല പന്തലൊരുക്കി. ഏതെങ്കിലും 2 വരി പെട്ടെന്ന് നമ്മുടെ ജോൺസൺ മാസ്റ്റർ എന്ന് പറഞ്ഞ മനസ്സിൽ വരുമ്പോ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു, മൗനം പാടുന്നു. ഔസേപ്പച്ചൻ സാർ മാഷിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ പറയാൻ പറ്റാത്ത ഒരുപാട് വികാരങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു ഇവരിത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഞങ്ങൾക്കറിയാം ഭയങ്കരമായിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം, കാരണം ഒരുപാട് അതിൻ്റെ വീഡിയോസും ഇൻ്റർവ്യൂസും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഞെട്ടിച്ചൊരു കോമ്പോസിഷൻ, അതായത് അത് കേട്ടപ്പം സാറ് ഞെട്ടിപ്പോയൊരു കോമ്പോസിഷൻ ഏതായിരിക്കും? ഒരുപാടുണ്ടെന്ന് അറിയാൻ ഒരുപാടുണ്ട്, എടുത്തു പറയാൻ ഒരുപാടുണ്ട്. എല്ലാവരും പറയുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പാട്ട് ദേവാങ്കണങ്ങൾ തന്നെയാണ് ജോൺസന്റെ. പക്ഷേ ഒരു ജോൺസന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ്. വോയിസ് ഓഫ് ട്രിച്ചൂരിൽ ഹി വാസ് ലൈക്ക് എ സിറോക്സ് മെഷീൻ. അതായത് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക്, ഒരു ബിറ്റ് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, അത് ഫുൾ നൊട്ടേഷൻ ബൈ ഹാർട്ട് ആയിരിക്കും. ഹി വാസ് സോ ഇൻ്റലിജൻറ്റ്, ഇൻ്റലക്ച്വൽ, മിസ്സിങ് എ ലോട്ട്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല, കൂടുതൽ ആവേശം കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഐ എം നോട്ട് ടോക്കിംഗ് മച്ച് അബൌട്ട് ഇറ്റ്. എന്തായാലും നല്ല ഒരു ട്രിബ്യൂട്ട്. താങ്ക് യു ഫോർ ഗിവിങ് സച്ച് എ ട്രിബ്യൂട്ട്. ഓൾ ഓഫ് യു താങ്ക് വെരി വെൽ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, പിന്നണിയിലല്ല മുന്നണിയിൽ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വേദികളും അവസരങ്ങളും നിങ്ങളെ തേടിയെത്തട്ടെ എന്ന് ഞങ്ങളെല്ലാവരും വിഷ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.